ഈ വർഷം 2024 നൂറുകണക്കിന് പടങ്ങൾ റിലീസായിട്ടുണ്ട്. അതിനകത്ത് വലിയ രീതിയിൽ ഹൈപ്പിൽ വന്നിട്ട് വലിയ രീതിയിൽ ഫ്ലോപ്പായി പോയി അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കുറേ അധികം പടങ്ങളുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മോശം തോന്നിയിട്ടുള്ള കുറച്ച് പടങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യത്തെ പടം എന്ന് വെച്ചാൽ ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഒരു പടമാണ് നമ്മുടെ മലയക്കൊട്ടയ വാലിബൻ. നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ലാലേട്ടൻ അഭിനയിച്ചൊരു പടം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പടത്തിൽ നല്ല ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ടൊരു പടം വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പടം വന്നപ്പം അത്രത്തോളം നമ്മൾ പ്രതീക്ഷിച്ച അത്രത്തോളം പടം വന്നില്ല. അതിനകത്ത് ഏറ്റവും വലിയ കാരണം വെച്ചാൽ അതിനകത്ത് കുറേ അനാവശ്യ സ്ലോമോ ഷോട്ട്സും അങ്ങനെ കുറേ അനാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ലാഗായിട്ടും ഭയങ്കര ബോറായിട്ടൊക്കെ തോന്നി. അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ സംഭവം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയമൊക്കെ എന്തൊരു സംഭവം, ഒരു പടം ഫുള്ള് അടിപൊളിയാണ്, അത് ഉറപ്പായിട്ടും പറയാം. അപ്പം അങ്ങനെ നോക്കിയാൽ പടം അത്രത്തോളം ഭയങ്കര മോശമായിട്ടുള്ള പടമല്ല. കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് കൂടി അടിപൊളിയായിട്ട് വരാവുന്നൊരു പടമായിരുന്നു മലയക്കൊട്ടയ വാലിബൻ. അപ്പോൾ നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ നമ്മുടെ വിജയണ്ണൻ്റെ ഗോട്ടാണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. പടത്തിൻ്റെ പേര് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണെങ്കിൽ പടം അത്രത്തോളം ഗ്രേറ്റസ്റ്റ് ആയില്ല. കാരണം ആ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു എക്സ്പെക്ടേഷനും ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു വിജയ് പടം എന്നതിനപ്പുറത്തേക്ക് ഒരു വെങ്കട് പ്രഭു പടം എന്നുള്ളൊരു രീതിയിൽ അത്യാവശ്യം ഒരു എക്സ്പെക്ടേഷനൊക്കെ ഉള്ള പടമായിരുന്നു. കാരണം എന്താ പറയുക, മാനാട് പോലുള്ളൊരു പടമൊക്കെ വെച്ച് ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പടം വരുന്നു, ഒരു വിജയ് പടം വരുന്നത് പറയുമ്പോൾ അത്യാവശ്യം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയുക, അതിന് മുമ്പ് വന്ന പാട്ടുകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ മീൻസ് അതിൻ്റെ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം മോശമായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു 10-20 വർഷത്തിനിടയ്ക്ക് ഒരു വിജയ് പടം എടുത്തിലെ ഏറ്റവും മോശം പാട്ടുകളൊന്നൊരു പടമാണ് ഗോട്ട്. അപ്പോൾ യുവൻ ശങ്കർ രാജയ്ക്ക് എന്ത് പറ്റിയ അറിഞ്ഞൂടാ. കാരണം പുള്ളി അതിന് മുമ്പ് ചെയ്ത മീൻസ് മാനാടൊക്കെ ആണെങ്കിൽ തന്നെ അത്രത്തോളം അടിപൊളി ആൽബമാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്ന BGMs ആയാലും. പക്ഷേ ഇതിനകത്തൊന്നും അത്രത്തോളം എന്താ പറയുക നല്ലൊരു സാധനം ഇല്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നി. എന്തായാലും നല്ല രീതിയിലൊരു കണ്ടന്റ്, നല്ല എലമെന്റ്, സൈഫൈ എലമെന്റൊക്കെ ലാസ്റ്റ് കൊണ്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതൊക്കെ മുമ്പൊക്കെ കാണിച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കാവുന്നൊരു പടമായിരുന്നു ഗോട്ട്. എന്ത് പറഞ്ഞാലും ഗോട്ട് അത്രത്തോളം ഒരു മോശം കണ്ടിരിക്കാൻ പറ്റാത്ത പടമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഗോട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആസ് എ വിജയ് ഫാൻ. അപ്പം നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ നമ്മുടെ റായനാണ്, നമ്മുടെ ധനുഷിൻ്റെ 50ാമത്തെ പടം, പുള്ളി ഡയറക്റ്റ് ചെയ്ത പടം. ആ ഒരു പടത്തിൽ അത്യാവശ്യം എക്സ്പെക്ടേഷനൊക്കെ വെച്ചിട്ടാണ് തിയേറ്ററിൽ പോയി കണ്ടത്. പക്ഷെ എന്താ പറയുക, ആ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് പോയി ഒരു ഇൻട്രോവൽ വരെ. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പുള്ളിയുടെ അനിയന്മാർ വന്ന് കൂത്തുന്നു, അത് ഇതെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെ ക്ലൈമാക്സിലെത്തി. ക്ലൈമാക്സ് പിന്നെ ആ ഒരു സംഭവം സെറ്റായിരുന്നു, അടങ്ങാറസിനും പാട്ടൊക്കെ കിട്ടും, അതൊക്കെ കിട്ടില്ല സാധനമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലല്ലായിരുന്നു പടം. അപ്പം ബാക്കി രീതിയിൽ നോക്കിയാൽ ഫസ്റ്റ് ഹാഫൊക്കെ നോക്കിയാൽ അടിപൊളിയാണ്, ഒരു ക്ലൈമാക്സും സെറ്റാണ്. അപ്പം അങ്ങനെയാണ് റായനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ നമ്മുടെ രജനീകാന്തിൻ്റെ വേട്ടൻ എന്നുള്ളൊരു പടമാണ്. ആ ഒരു പടം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്താ പറയുക, സൂര്യയുടെ ജയ്ഭീം എന്ന് പറഞ്ഞ ഒരു പടം ഡയറക്റ്റ് ചെയ്ത TJ ജ്ഞാനവേൽ, അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത പടം വരുമെന്ന് വെച്ചാൽ അത്രത്തോളം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു കിഡിലും പടം രജനീകാന്തിനെ വെച്ച് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പടം പോയി കണ്ടത്. പക്ഷെ പടം എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് കുറേ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ്, അത്യാവശ്യം നല്ലൊരു കണ്ടന്റ്, ഒരു കുഴപ്പമില്ലാത്തൊരു കണ്ടന്റിനകത്ത് കുറേ കൊമേഴ്ഷ്യൽ എലമെൻറ്റൊക്കെ ആഡ് ചെയ്ത് വളരെ മോശമാക്കി എടുത്തു വെച്ചൊരു പടമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുകൂടെ മിക്സ് ചെയ്യാൻ നോക്കി, അത്രത്തോളം കൂടി മിക്സ് ആയില്ല. കാരണം അതിനകത്ത് ഇപ്പം മനസ്സിലാകുന്ന പാട്ടൊക്കെ ഉണ്ട്. ആ ഒരു പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാമെന്ന് തോന്നില്ല. ഒറ്റ പ്രാവശ്യം കണ്ടു ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും ഒന്ന് കാണാമെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രത്തോളം ഒരു എന്താ പറയുക ഇഷ്ടപ്പെടില്ല. സാധനം വീണ്ടും കാണും. പക്ഷേ ഇതേ സമയം നമ്മുടെ എന്താ പറയുക ജയിലുള്ള കാവാലിയ പാട്ടൊക്കെ വീണ്ടും എത്ര പ്രാവശ്യം വേണം ഇരുന്ന് കാണാൻ. അതിൻ്റെ വിഷ്വൽസും ഒരു സംഭവമൊക്കെ അടിപൊളിയാണ്. പാട്ടൊക്കെ അതിനകത്ത് കുറേ അടിപൊളിയാണ്. അനിരുദ്ധൊക്കെ ഇടലിനായിട്ട് സംഭവങ്ങളും BGM എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പടം അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ഓക്കെ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ കണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ ഗുണ്ടൂർക്കാരം എന്നുള്ള പടമാണ്. അപ്പോൾ ആ പടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ത്രിവിക്രം തന്നെയായിരുന്നു. പുള്ളിയുടെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എന്താ പറയുക, അല്ലു അർജുൻ്റെ അലോവയും കൊണ്ടുവരുമായാലും പിന്നെ സൺ ഓഫ് സത്യമൂർത്തി, അതൊക്കെ അടിപൊളി പടങ്ങളാണ്. അപ്പം അങ്ങനത്തെ പടങ്ങൾ ചെയ്തൊരു ഡയറക്ടറിൻ്റെ അടുത്തൊരു പടം വരികയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയ എൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇറങ്ങിയത്. അപ്പം അങ്ങനെ അത്യാവശ്യം ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പടം വന്നപ്പോൾ വളരെ മോശം ഒരു പടമായിരുന്നു. അത്രത്തോളം എന്താ പറയുക നല്ലതല്ലായിരുന്നു. നമുക്ക് എന്താ പറയുക നല്ലതല്ലായിരുന്നു പടം. പിന്നെ എന്താ പറഞ്ഞാലും ഇതിനകത്ത് തമൻ ചോദിച്ചാൽ BGM മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതിനകത്തൊരു പാട്ടൊക്കെ ഉണ്ട്, മറ്റേ കൊച്ചിന് മത്ത് വെട്ടുന്ന പാട്ടും അത് ശ്രീലയിലെയും എന്താ പറയുക, പിന്നെ നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ത്രിവിക്രമിൻ്റെ കരിയറിലെ ഏറ്റവും മോശം പടമായിട്ടാണ് ഈ ഗുണ്ടൂർക്കാരൻ തോന്നിയിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബറോസാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് പടം റിലീസായത്. പടം ശരിക്കും പറഞ്ഞാൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറേ വർഷമായിട്ട് കാത്തിരിക്കുകയാണ് ഈ ഒരു പടം കാണാനായിട്ട്. പക്ഷേ പടം അത്രത്തോളം നല്ല പടം ആയിരുന്നില്ല. തിയേറ്ററിൽ പോയി കണ്ടു, അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. കുട്ടികൾക്ക് കാണാനുള്ള പടം എന്നൊക്കെ പറഞ്ഞാൽ നിറയ്ക്കിയത്, പക്ഷേ കുട്ടികൾക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. അങ്ങനത്തെ ഒരു പടമാണ്. ഭയങ്കര ഒരു പോയിന്റിലൊക്കെ എത്തിക്കഴിയുമ്പോൾ കുറച്ച് ലാഗും ബോറിംഗ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു പടമാണെങ്കിൽ അത്ര വലിയൊരു ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ പുഷ്പ 2. നമ്മുടെ പുഷ്പരാജ് റൂള് ചെയ്യാൻ വന്ന പടമാണ്. പക്ഷേ റൂള് ചെയ്തെന്ന് ചോദിച്ചാൽ റൂള് ചെയ്തു, ബോക്സ് ഓഫീസിൽ റൂള് ചെയ്തു. 1700 കോടിക്ക് പോലും ഇപ്പോൾ തന്നെ പടം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ റൂൾ ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഈ ഒരു പടം എന്താ പറയുക ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ പറയുക, എന്തൊക്കെ കാണിച്ചു വെച്ചു എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു പടം. പിന്നെ നമ്മുടെ അടുത്ത പടം എന്ന് വെച്ചാൽ ദേവരയാണ്. ദേവരയിൽ ശരിക്കും നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊട്ടല ശിവയുടെ പടം, പിന്നെ അനിരുദ്ധിൻ്റെ ബീജി, അതിന് മുമ്പ് ഫിയർ സോങ് ആയാലും കുറേ പാട്ടുകളൊക്കെ ഇറങ്ങിച്ച് കിടിലം പാട്ടുകളൊക്കെ വന്നു. അങ്ങനെ ഒരു അത്യാവശ്യം പ്രതീക്ഷയിലൊക്കെയാണ് പടം പോയി കണ്ടത്. പിന്നെ അതിൻ്റെ കാര്യം തിയേറ്ററിൽ പോയി കാണാൻ ആളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ തിയേറ്ററിലൊരു 10 പേരൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ പടം കയറി കണ്ടു. പക്ഷെ കയറി കണ്ടപ്പോൾ പടത്തിലൊന്നുമില്ല. എന്തൊക്കെയോ ഇങ്ങനെ കടിച്ചു വെക്കുന്നു, അവിടെ ഇവിടെയൊക്കെ വരുന്നു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ട് പടം. പക്ഷേ അനിരുദ്ധിൻ്റെ ബീജിയം ആ സംഭവം ഇതിനകത്ത് കിടിലായിരുന്നു. വേറെ അല്ലാതെ ഈ പടത്തിൽ ഒന്നും തന്നെ ഇല്ല ഈ പടത്തിൽ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ എടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്തോ. പിന്നെ ഇവിടെ അടുത്ത പടം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു വിഷമമുള്ള പടമാണ് കങ്കുവ. അത്രത്തോളം പ്രതീക്ഷിച്ചൊരു പടമാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ശിവയുടെ പടമാണ്. ആ ഒരു പടം വെച്ചൊരു ആ ഒരു രീതിയിൽ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തൊരു പടമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടീസർ ആയാലും ട്രെയിലർ ആയാലും പോസ്റ്റേഴ്സൊക്കെ വന്ന ആ ഒരു നല്ല പ്രതീക്ഷ തോന്നി. ടീസറും ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കിടിലൻ സാധനമാണ് വരാൻ പോകുന്ന ഒരു പ്രതീക്ഷയാണ് തിയേറ്ററിൽ പോയി കണ്ടത്. പക്ഷേ തിയേറ്ററിൽ ഇത് കണ്ടറിയാത്തപ്പോൾ എന്താ പറയാനൊന്നും ഇല്ലായിരുന്നു. അമ്മാതിരി ഒരു പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം മോശമായിട്ടുണ്ട്. ഞാൻ തമിഴിലെ ഫസ്റ്റ് 1000 കോടിയൊക്കെ അടിക്കുമെന്ന് എടുത്തൊരു പടമായിരുന്നു കങ്കുവ. ഈ കങ്കുവയുടെ ഫ്ലോപ്പ്, കങ്കുവ മോശമായി ശരിക്കും പറഞ്ഞാൽ സൂര്യയുടെ കരിയറിൽ നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യം. കങ്കുവ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പടമാണ്. ഇതുപോലെ തന്നെ പിന്നെ അടുത്ത പടം എന്ന് വെച്ചാൽ ഒരു ബോളിവുഡ് പടമാണ്. നമ്മുടെ ആരാണ്, അക്ഷയ് കുമാറിൻ്റെയും ടൈഗർ ഷ്രോഫും ഒക്കെ ഒരുമിച്ച് വന്ന പടം. കൂടെ നമ്മുടെ പൃഥ്വിരാജും ഉണ്ട്. അതായത് നമ്മുടെ ബഡേ ബിയാൻ ചോട്ടേ ബിയാൻ. ശരിക്കും പറഞ്ഞാൽ വളരെ മോശം പടം. പക്ഷേ ഈ പടത്തിൽ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ടർ തന്നെയായിരുന്നു അലി അബ്ബാസ് ജാഫർ. പുള്ളിയുടെ പടം സുൽത്താനും അതേപോലെ ടൈഗർ സിന്താഹയൊക്കെ കണ്ടിട്ട് അതിലൊരു പ്രതീക്ഷയിലാണ് പടം പോയി കണ്ടത്. കാരണം ട്രെയിലറും കാര്യങ്ങളും അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുള്ളി ആണ് ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു രീതിയിൽ പോയി കണ്ടു. പടം വളരെ മോശം പടം. ഞാൻ തിയേറ്ററിലല്ല കണ്ടത്, OTTയിലാണ് കണ്ടത്. കാരണം തിയേറ്ററിൽ കണ്ടില്ല, റിവ്യൂ ഒക്കെ കഴിച്ചപ്പോൾ മതിയായി. വളരെ മോശം ഒരു പടമായി പോയി ഇതും. അത് കഴിഞ്ഞിട്ട് അടുത്ത പടം വെച്ചാൽ നമ്മുടെ രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിലെ ഒരു പടമാണ്. അതായത് നമ്മുടെ സൂര്യവംശിയും സിംബയും പിന്നെ ലേഡി സിംഹവും പിന്നെ കുറേ പേര് ഒരുമിച്ച് വന്നൊരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പടം എന്തിനാ വന്നത് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ഈ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പടത്തിൻ്റെ ട്രെയിലർ വരുന്ന പോലെ ഒരു 5 മിനിറ്റ് ട്രെയിലർ ഇറക്കി വിട്ടു. അപ്പോൾ തന്നെ എൻ്റെ പ്രതീക്ഷ ഫുള്ള് പോയി. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പടം അത്രത്തോളം മോശം പടമായിരുന്നു. കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ രാമായണം ഇതൊക്കെ മിക്സ് ചെയ്ത്, രാമായണം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട് മടുത്ത ഒരു കഥ വീണ്ടും എടുത്തു വെച്ച് അതും ഈ ഒരു കോപ്പി യൂണിവേഴ്സും എല്ലാവരും മിക്സ് ചെയ്തൊരു എന്താ പറയുക സിംഗരായണം ആക്കി വെച്ചിട്ടുണ്ട്. സംഭവം അത്രത്തോളം മോശമായിട്ടുണ്ട് സംഭവം ഈ ഒരു പടം. പിന്നെ ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള പടം, ഞാൻ അത്രത്തോളം എന്തൊക്കെ വന്നിട്ടും അത്രത്തോളം പ്രതീക്ഷ കൈവിടാതെ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. അതായത് നമ്മുടെ ശങ്കറിൻ്റെ പടം ഇന്ത്യൻ 2. ഈ പടത്തിൽ ശരിക്കും പറയാം ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു കമൽഹാസനുള്ള പടം. ആ ഒരു കമൽ സാറിൻ്റെ പടം എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് പടം പോയി കണ്ടത്. പക്ഷേ ശരിക്കും പറയാം പടം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു 20-28 വർഷത്തിന് ശേഷം ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ക്യാരക്ടർ, അത്രയും കിടിലൊരു ക്യാരക്ടറായിരുന്നു ഇന്ത്യൻ 1 സേനാപതി എന്നുള്ള ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ വീണ്ടും കൊണ്ടുവന്ന് അത്രത്തോളം മോശമൊക്കെ വെക്കുക പറഞ്ഞാൽ എന്താ പറയുക. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന് ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പിന്നെ കമൽ സാറിൻ്റെ പടം ആ ഒരു രീതിയിലാണ് പോയി കണ്ടത്. പുള്ളിയുടെ ഒരു ലാസ്റ്റ് 10 വർഷത്തിനിടയ്ക്ക് കുറേ ഫ്ലോപ്പ് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മോശമായിട്ടുള്ള പടങ്ങളൊന്നും വന്നിട്ടില്ല. മീൻസ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായിട്ടുണ്ടെങ്കിലും പടങ്ങളൊന്നും മോശമായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ പടം, അത് ഇങ്ങനത്തെ ഒരു പടമൊക്കെ വരാതെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പോയി ഒരു 3 മണിക്കൂർ പടം ഇരുന്ന് കണ്ട് 3 മണിക്കൂർ
ഇമാതിരി പടമൊക്കെ തിയേറ്ററിൽ കണ്ടവരുടെ അവസ്ഥ ആലോചിച്ച് ഇതൊക്കെ കണ്ടിട്ട് തിയേറ്ററിൽ ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ അത്രത്തോളം മോശം വെച്ചാൽ അത്രത്തോളം ഒരു മോശം പടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2024 എനിക്ക് ഏറ്റവും മോശം എന്ന് തോന്നിയ പടങ്ങൾ. വലിയ ഹൈപ്പിൽ വന്ന് വലിയ രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ തോന്നിയ പടങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ എനിക്ക് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയ പടം ഗോട്ടും വാലിബനും ഒക്കെയാണ്. വാലിബൻ മറ്റേ ഗോട്ട് ഓക്കെയാണ്, അത്യാവശ്യം സെറ്റാണ്, കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെടാത്ത പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പടങ്ങളിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള പടം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ഇത്രയൊക്കെ ഉള്ളൂ.